ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മട്ടൻ കുറുമയാണ്. എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഒരു കുക്കർ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 സ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ മൂത്ത് വരുമ്പോൾ അതിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി വഴണ്ട് വന്നാൽ തക്കാളി ചേർക്കാം, പച്ചമുളകും. അത് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് തൈര് ചേർത്തിട്ടുള്ളത്. തൈരിൻ്റെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം 1 സ്പൂണ് നെയ്യോ ബട്ടറോ എന്ത് ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. മട്ടൻ കുറുമ റെഡി.